അഴിമതി ഗുരുതരമായ സാമൂഹ്യ ഭീഷണിയാണ് എന്ന് പ്രഖ്യാപിച്ച ജസ്റ്റിസ് സൂര്യകാന്ത ഇന്ന് ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റു. ഹരിയാനയിലെ പെട്വാർ ഗ്രാമത്തിൽ നിന്ന് പരമോന്നത നീതിപീഠത്തിലേക്കുള്ള ജസ്റ്റിസ് സൂര്യകാന്തിന്റെ വളർച്ച അഭിമാനകരവും ആവേശകരവുമാണ്. കടന്നുവന്ന വഴികൾ മാത്രമല്ല, ഭരണഘടന വ്യക്തതയും സാമൂഹ്യനീതിയും ഉൾക്കൊള്ളുന്ന വിധിന്യായങ്ങൾ കൂടിയാണ് ജസ്റ്റിസ് സൂര്യകാന്തിനെ ശ്രദ്ധേയനാക്കുന്നത്. ലിംഗസമത്വം, അഭിപ്രായ സ്വാതന്ത്ര്യം, പൗരസ്വാതന്ത്ര്യം എന്നിവ മുൻനിർത്തിയുള്ള ജസ്റ്റിസ് സൂര്യകാന്തിന്റെ വിധിന്യായങ്ങൾ ധീരവും ചരിത്രപരവുമാണ്. കൊളോണിയൽ കാലഘട്ടത്തിന്റെ ശേഷിപ്പായ രാജ്യദ്രോഹ കുറ്റം മരവിപ്പിച്ച 2022 ഭരണഘടനാ ബെഞ്ചിൽ ജസ്റ്റിസ് സൂര്യകാന്ത് ഉണ്ടായിരുന്നു. ലിംഗവിവേചനത്തിനെതിരെ സ്വീകരിച്ച നിലപാടും ദുർബല വിഭാഗമായ ഗാർഹിക തൊഴിലാളികളുടെ സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ ഇടപെടലും ജസ്റ്റിസ് സൂര്യകാന്തിന്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുന്നതാണ്. കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന 370ാം വകുപ്പ് റദ്ദാക്കിയ നടപടി ശരിവെച്ചത്, അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ന്യൂനപക്ഷ പദവി ശരിവെച്ചത്, വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതി ശരിവെച്ചത്, ബീഹാറിൽ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം തുടങ്ങാൻ നിർദ്ദേശിച്ചത് തുടങ്ങി ഒട്ടേറെ വിധികളിൽ ജസ്റ്റിസ് സൂര്യകാന്തിന്റെ കയ്യൊപ്പുണ്ട്. കേരളത്തിൽ നിന്നുള്ള SIR-നെതിരെയുള്ള ഹർജികൾ, മുല്ലപ്പെരിയാർ കേസ്, ശബരിമല യുവതീ പ്രവേശന വിധിയിലെ പുനഃപരിശോധന എന്നിവ സുപ്രീം കോടതിയിൽ നിലനിൽക്കെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ വിധിന്യായങ്ങൾ കേരളവും ഉറ്റുനോക്കും. അഴിമതിയോടും അഴിമതിക്കാരോടും വിട്ടുവീഴ്ചയില്ലാത്ത വിധിന്യായങ്ങളാണ് ഇക്കാലമത്രയും ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയത്. വീട് വാങ്ങുന്നവർ വഞ്ചിക്കപ്പെടുകയും കബളിപ്പിക്കപ്പെടുകയും ചെയ്ത സംഭവങ്ങളിൽ ബാങ്കുകളും ഡെവലപ്പർമാരും തമ്മിലുള്ള അവിശുദ്ധബന്ധം തുറന്നു കാട്ടുന്ന 28 കേസുകളാണ് അദ്ദേഹം CBIക്ക് വിട്ടത്. കൂട്ടിലടച്ച തത്ത എന്ന CBIയെക്കുറിച്ചുള്ള ധാരണ ഇല്ലാതാക്കാൻ അന്വേഷണ ഏജൻസികൾ ശ്രമിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഡൽഹി മദ്യനയ കേസ് പരിഗണിച്ചപ്പോഴാണ്.